നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു റീഡിങ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കേൾക്കാനായി കഴിഞ്ഞാൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കുന്ന ഒരു സന്ദേശം തന്നെ ആയിരിക്കും. നിങ്ങൾ ആകുലപ്പെടുന്ന, നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള വഴികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. ഈ സന്ദേശത്തിലൂടെ ആദ്യം തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഓർമ്മപ്പെടുത്തൽ. നിരുപാധികം നിങ്ങളെ സ്നേഹിക്കാൻ മറ്റാരുമില്ലെങ്കിലും നിങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഈശ്വരൻ്റെ സമക്ഷത്ത് നിങ്ങൾ സുരക്ഷിതമായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഒട്ടും തന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് സ്വയം ക്ഷമ. അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ് നിങ്ങളിലുള്ള ആ ഒരു ക്ഷമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ മനസ്സിലാക്കുക തന്നെ ചെയ്യും. ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും നിങ്ങളെ നിലനിർത്തുന്നതിനും ക്ഷമയും സ്നേഹവും സഹായിക്കുക തന്നെ ചെയ്യുകയാണ്. നമ്മൾ നമ്മളെ തന്നെ പരിഗണിക്കണം, സ്നേഹിക്കണം. അതിന് തയ്യാറാവുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് പലതും പ്രതീക്ഷിക്കാനും നേടാനും കഴിയും. അശാന്തമായിട്ടുള്ള മനസ്സുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനായി പോകുന്നത് ചിലപ്പോൾ തെറ്റിപ്പോകാൻ ഇടയാകും. അതിന് ആയുസ്സും കുറവായിരിക്കും. ശാന്തമായി ആലോചിച്ച് പ്രവർത്തിക്കുക. ജീവിതത്തിലേക്ക് വിജയങ്ങൾ വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ചില ബന്ധങ്ങൾ ഓർത്ത് തന്നെ നിങ്ങൾക്ക് വിഷമമുണ്ട്. ബന്ധങ്ങളിൽ ചിലത് സത്യമല്ലെന്ന് വരെ തോന്നും. സത്യമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ നാം എത്ര തന്നെ അകറ്റി നിർത്തിയാലും അത് നമ്മളെ വിട്ടുപോവുകയില്ല. അതേസമയം മിഥ്യയായ ശരിയല്ലാത്ത ഒരു ബന്ധം നമുക്ക് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതാണ്. അത് നമ്മിൽ നിന്നും വിട്ടുപോകാൻ പല കാരണങ്ങൾ തന്നെ ഉണ്ടാകും. നിങ്ങളെ തീർത്തും അവഗണിച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരിൽ ഒരു പക്ഷേ യഥാർത്ഥ സ്നേഹം കാണുകയില്ല. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ ഓർത്ത് ദുഃഖിക്കരുത്. യഥാർത്ഥ സ്നേഹത്തെ വേഗത്തിൽ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. നാളുകൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കണം. അത് വിജയത്തിലേക്ക് കൊണ്ടുപോകണം. അത് നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങളാണ് ഇനി വരുന്നത് തന്നെ. എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങളെ പലതും മനസ്സിലാക്കിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരുത്തി തരാൻ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ചില തീരുമാനങ്ങൾ തന്നെ തിരുത്തേണ്ടതായി വരും. ജീവിതത്തിൽ ഓരോരുത്തരും നിരവധി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള കരുത്തും പ്രചോദനവും നൽകാൻ ഈശ്വരൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിരവധി ഉയർച്ച താഴ്ചകളൊക്കെ, ഒരുപാട് വിഷമങ്ങൾ അടിക്കടി വരുന്ന സമയത്തൊക്കെ നിങ്ങൾ മനസ്സ് മടുക്കാൻ തന്നെ തുടങ്ങിയിരുന്നു. എത്രയോ ഘട്ടങ്ങളിൽ നിങ്ങളെ അവിടെ നിന്നൊക്കെ കരകയറ്റിയത് ഈശ്വരൻ്റെ ശക്തി മാത്രമാണ്. നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയാണ് ജീവിതത്തിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ വന്നു ചേർന്നത് തന്നെ. ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം തന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ അനുഭവിക്കുക എന്നത് തന്നെയാണോ? ഈ ജന്മത്തിൽ അനുഭവിക്കാവുന്ന നിരവധി പ്രശ്നങ്ങൾ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു. സത്യത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണങ്ങൾ തന്നെ കാണും. ആ കാരണങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നതാണ്. ഈ പ്രപഞ്ചശക്തി നമ്മളിലേക്ക്, നമ്മളുടെ മനസ്സിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ശുദ്ധീകരണം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. നമ്മൾ അതറിയാതെ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും പഠിക്കുവാനും ഒക്കെ താല്പര്യമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ഒട്ടും തന്നെ തളർന്നു പോകാതെ നിങ്ങളിപ്പോൾ ഉയർത്തെഴുന്നേൽക്കും. തരം കിട്ടിയാൽ നിങ്ങളെ വിഷമിപ്പിക്കാനും തളർത്താനും വേണ്ടി മാത്രം വായ തുറക്കുന്ന ചില വ്യക്തികൾ തന്നെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ സംഭവിക്കാൻ കാരണം തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ വന്ന ഒരു മാറ്റമാണ്. അവർക്കൊന്നും മുന്നിൽ ഇനി നിങ്ങൾ തല കുനിക്കേണ്ടി വരികയില്ല. അത്രത്തോളം തന്നെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും.
അനുകൂലമായിട്ടുള്ള ചില ആശയങ്ങളും ചില വ്യക്തികളും തന്നെ വഴിയിൽ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ അവർ വഴി അറിയാനും സാധിക്കുന്ന ചില ഘട്ടങ്ങൾ എത്തിച്ചേരും. ഈശ്വരൻ്റെ സഹായം കൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ചില ചിന്തകൾ തന്നെ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ സ്വാധീനിക്കും. സംഭവിക്കുന്ന പല കാര്യങ്ങളെയും കുറിച്ച് ഒരു രൂപവുമില്ലാതെ വളരെ ദുഷ്കരമായിട്ടുള്ള സമയങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരാശ്രയമായിട്ട് തന്നെ ഈശ്വരൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. പല വ്യക്തികളിലൂടെ പല മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ജീവിതം കുറച്ചൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ബാധിക്കുമ്പോൾ ഒരുപാട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ശുഭാപ്തി വിശ്വാസവും നല്ല ഒരു മാനസികാവസ്ഥയും മാത്രമാണ് ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. നിരന്തരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയോടെ ലക്ഷ്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങളിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പാതയിൽ ഇപ്പോൾ സുരക്ഷിതമായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മൾ എന്താണെന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ഫലമായിരിക്കും. നമ്മുടെ ചിന്തകളുടെ നിറം മങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും എല്ലാം നിറം മങ്ങിപ്പോകും. മനസ്സിൽ എപ്പോഴും ഊർജം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. അതിനായിട്ട് ഈശ്വരൻ്റെ ആ ഒരു ശക്തി നിങ്ങളിലേക്ക് ചൊരിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് വളരെയധികം ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോവുക. ഒന്നും തന്നെ സംഭവിക്കുകയില്ല. നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നുമില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരും എന്ന് എപ്പോഴും വിശ്വസിക്കുക. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് വഴികൾ തെളിയും. മനസ്സിനെ ഒരിക്കലും തളർത്തരുത്. നമ്മുടെ സന്തോഷം നമ്മളെ തന്നെ ആശ്രയിച്ചാണുള്ളത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന സമയം തന്നെയാണ് വരാൻ പോകുന്നത്. എത്രത്തോളം നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, എത്രത്തോളം അതിനെപ്പറ്റി ചിന്തിച്ചു, ഇനി നിരാശപ്പെടരുത്. ഉടൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ നല്ല മാർഗങ്ങൾ കാട്ടിത്തരാൻ പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സൂചന. ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നിങ്ങൾ വളരെ ആലോചിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കും. നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളെ കാത്തിരിക്കുന്നത് സന്തോഷമുള്ള വാർത്തകൾ തന്നെയാണ്. നിങ്ങളുടെ ആ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നടപ്പിലാക്കാനായിട്ട് എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടോ അതിന് ഫലം കിട്ടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ അതിൻ്റെ പകുതിയോളം തന്നെ നിങ്ങളിപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കുറച്ചുകൂടി സമയം നിങ്ങൾ ക്ഷമയോടെ അവിടെ പ്രവർത്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒട്ടും തന്നെ മടിക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ള സൂചനയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ക്ഷമയോടെ തന്നെ നിങ്ങൾ നിൽക്കുക. വലിയ ഫലം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ സത്യസന്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾ തന്നെയായിരുന്നു. അതെല്ലാം തന്നെ യാഥാർത്ഥ്യമാകും. മനഃശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന ഒരവസ്ഥ തന്നെ വരും. എന്തെല്ലാം വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയോ അതൊന്നും ഇനി നിങ്ങൾ ഓർക്കേണ്ടതില്ല. അതെല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുക. ഈ നിമിഷം നിങ്ങൾ ഒന്നുകൊണ്ടും ദുഃഖിക്കരുത്. കഴിഞ്ഞുപോയ വിഷമമുള്ള കാര്യങ്ങൾ പോലെ ഇനി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഒരുപക്ഷെ ചില വ്യക്തികളിൽ വലിയ സങ്കടവും സമാധാനമില്ലാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളവർക്കായി തന്നെ ഈശ്വരൻ്റെ ആ ഒരു സന്ദേശം നിങ്ങൾ സ്വയം ബോധ്യപ്പെട്ട് മുന്നോട്ട് ശക്തമായിട്ട് തന്നെ പോകണമെന്നാണ്. സമയമാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരും. ഈശ്വരൻ്റെ അല്ലാതെ മറ്റാരുടെയും ആശ്രയമില്ലാത്ത ഒരു ഘട്ടം തന്നെയാണ്. മുന്നോട്ടുള്ള വഴിയിൽ നിങ്ങൾക്ക് സഹായമായി ഈ പ്രപഞ്ചശക്തി കൂടെ ഉണ്ടാകും.